എല്ലാവർക്കും സ്വാഗതം. പ്ലസ് വൺ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ അറ്റോമിക് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, മാറ്ററിന്റെ ഫണ്ടമെന്റൽ പാർട്ടിക്കിളിനെ മുറിക്കാൻ പറ്റാത്തത്ര ചെറുത് എന്ന അർത്ഥത്തിൽ ആറ്റംസ് എന്ന് പറഞ്ഞിരുന്നു. ജോൺ ഡാൾട്ടന്റെ തിയറി അനുസരിച്ച് മാറ്ററിന്റെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിനെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്ന അർത്ഥത്തിൽ, മുറിക്കാൻ പറ്റാത്തത് എന്ന അർത്ഥത്തിൽ ആറ്റംസ് എന്ന് പറഞ്ഞിരുന്നു ജോൺ ഡാൾട്ടൻ. പക്ഷെ പിന്നീട് വന്ന ജെ തോംസണും റുത്തർഫോർഡും ജെയിംസ് ചാഡ്വിക്കും ഒക്കെ അതിനെ മുറിച്ചിട്ട് അതിനകത്ത് നിന്ന് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും പിന്നെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും പിന്നെ ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളും പോലുള്ള അറ്റോമിക് പാർട്ടിക്കിൾസിനെ കണ്ടെത്തി. അപ്പോൾ ആറ്റംസ് എന്ന് വെച്ചാൽ അത് മുറിക്കാൻ പറ്റാത്തതെന്നാണ് ആ വാക്കിന്റെ അർത്ഥമായിരുന്നു. പക്ഷെ പിന്നീട് വന്ന ശാസ്ത്രജ്ഞന്മാർ അതിനെ മുറിച്ചു നോക്കിയിട്ട് അതിനകത്ത് നിന്ന് ആറ്റത്തിനകത്ത് തന്നെ ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും ഒക്കെ പ്രസൻസ് മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ, അതായത് 1900 അനുസരിച്ച് അല്ലെങ്കിൽ അതിനടുത്ത ആ കാലഘട്ടങ്ങളിൽ ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും പ്രസൻസ് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം 1930 കൂടിയൊക്കെയാണ് ന്യൂട്രോണിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാലഘട്ടങ്ങളിൽ പലതരത്തിൽപ്പെട്ട ആറ്റം മോഡലുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ആ ആറ്റം മോഡലിന്റെ പ്രത്യേകത, അത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന മോഡൽസ് ആണ്. പക്ഷെ എന്നാൽ പോലും അതിന് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് നമുക്ക് എന്തായാലും കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇനിഷ്യൽ കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ ചരിത്രപരമായ ചില കാര്യങ്ങൾ കൂടെ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അതില് ആറ്റം മോഡലിന്റെ കാര്യം സംസാരിച്ചാൽ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഞാൻ പറഞ്ഞു, അറ്റോമിക് സിസ്റ്റം എന്നാണ്. മാറ്ററിന്റെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ആറ്റംസ് ആണ്. അതിനകത്തുനിന്ന് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിലൂടെ കാഥോഡ് റേസ് എന്നറിയപ്പെടുന്ന ഇലക്ട്രോൺസിന്റെയും ആനോഡ് റേസ് എന്നറിയപ്പെടുന്ന പോസിറ്റീവ് ചാർജുള്ള ആ പാർട്ടിക്കിൾസിന്റെ ഒക്കെ പ്രസൻസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ആറ്റം മോഡലുകൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്ത ആളിന്റെ പേര് ജെ തോംസൺ. പുള്ളിക്കാരന്റെ മോഡൽ അനുസരിച്ച് ആറ്റം, ജെ തോംസന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകത, അവിടെ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുടെയും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിന്റെ പ്രസൻസ് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റ് ആണ് ജെ തോംസൺ ആറ്റം മോഡലിനെ പറ്റി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ആറ്റം എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജിന്റെ ഒരു പുഡിംഗ് ആണ്. പുഡിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം, അത് ബന്ന് പോലത്തെ ഒരു സാധനം. ഇനി അതിന്റെ പുറത്തേക്ക്, അതിന്റെ സർഫസിലേക്ക് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഇങ്ങനെ എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പ്ലം പോലെ. അപ്പൊ നമുക്കിപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ട്, അതിനൊരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ആറ്റം മോഡലിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ ജെ തോംസൺ ആറ്റം മോഡലിനെ പറ്റി പറഞ്ഞത്. പക്ഷെ എന്നാൽ പോലും അത് നമ്മൾ അറിഞ്ഞിരിക്കണം, അത് പ്ലം ആൻഡ് പുഡിംഗ് മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതനുസരിച്ച് ആറ്റം എന്ന് വെച്ചാൽ അത് പോസിറ്റീവ് ചാർജിന്റെ ഒരു പുഡിങ്ങും അതിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ പ്ലംസ് പോലെ എംബഡ് ചെയ്തിരിക്കുന്നു എന്ന് അതിനെ മനസ്സിലാക്കണം. അപ്പൊ അന്നത്തെ കാലത്ത് ന്യൂട്രോണിന്റെ പ്രസൻസ് ഇല്ല. പിന്നീട് വന്ന ശാസ്ത്രജ്ഞനാണ് നമ്മുടെ റുത്തർഫോർഡ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ ചിന്തിച്ചു. അദ്ദേഹം ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, വളരെ പ്രശസ്തമായ ഒരു എക്സ്പെരിമെന്റ് ആണ്. അദ്ദേഹം എടുത്ത ഒരു ഗോൾഡ് ഫോയിൽ, വളരെ തിന്നായിരിക്കുന്ന ഒരു ഗോൾഡ് ഫോയിൽ എടുത്തിട്ട് അതിനകത്തേക്ക് പോസിറ്റീവ് ചാർജുള്ള ആൽഫ റൈസ്, നമുക്കറിയാം ആൽഫ റൈസിന്റെ പ്രത്യേകത, ന്യൂക്ലിയർ കെമിസ്ട്രി കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാം, ആൽഫ റൈസിന് പോസിറ്റീവ് ചാർജ് ആണ്. ആ പോസിറ്റീവ് ചാർജുള്ള ആൽഫ റൈസ് ഗോൾഡ് ഫോയിലിലേക്ക് കടത്തിവിട്ടിട്ട് അദ്ദേഹം അവിടെ കാണുന്ന ഒബ്സർവേഷൻസിനെ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലേക്ക് മാർക്ക് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആറ്റം മോഡലിനെ പറ്റി പറയണം. അത് പ്രപ്പോസ് ചെയ്ത ആള് റുത്തർഫോർഡ് ആണ്. റുത്തർഫോർഡ് ആ മോഡൽ പ്രപ്പോസ് ചെയ്യാൻ നേരത്ത്, അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ എക്സ്പെരിമെന്റ് ഇത്രയേ ഉള്ളൂ, ഒരു ഗോൾഡ് ഫോയിലിലേക്ക്, ഒരു വളരെ തിന്നായിരിക്കുന്ന ഒരു ഗോൾഡ് ഫോയിലിലേക്ക് പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസിനെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ പറഞ്ഞിരിക്കുന്ന സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് കാണുന്ന ഒബ്സർവേഷനെ
ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഉപയോഗിച്ച് അദ്ദേഹം ഒബ്സർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നു. ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഇനി അദ്ദേഹം കണ്ട ഒബ്സർവേഷൻസ് രണ്ടെണ്ണം. ഒബ്സർവേഷൻ എക്സ്പെരിമെന്റ് പറഞ്ഞു. ഇനി അദ്ദേഹം ഇവിടെ എന്തൊക്കെ കണ്ടു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം നോക്കുന്ന സമയത്ത് ഇതിനകത്ത് 99% ഓഫ് ആൽഫ റേസും ഈ ഗോൾഡ് ഫോയിലിനെ പെനിട്രേറ്റ് ചെയ്ത് അപ്പുറത്തെത്തുന്നുണ്ട്. 99% ആൽഫ റേസും അപ്പുറത്തെത്തി. 99% ആൽഫ റേസും അപ്പുറത്തെത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് തോമസിന്റെ പ്ലം പുഡിംഗ് മോഡൽ കറക്റ്റ് അല്ല എന്ന് നമുക്ക് അപ്പോഴേ തന്നെ മനസ്സിലാക്കാം. ഒരു ബലൂനകത്തൂടെ ആൽഫ റേസ് ഒരിക്കലും, അല്ലെങ്കിൽ അത്രയും വലിയ മാസികയായിരിക്കുന്ന സാധനത്തിലൂടെ ആൽഫ റേസ് അപ്പുറത്ത് ഒരിക്കലും എത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ 99% ആൽഫ റേസും ഈ ഗോൾഡ് ഫോയിലിനെ, ഗോൾഡ് ആറ്റത്തിനെ കടന്ന് അപ്പുറത്തെത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആറ്റത്തിനകത്ത് ഒരുപാട് 99%ഉം ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. ഇതിന് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എം ടി സ്പേസ് ആണ്. അപ്പോൾ ഇൻഫറൻസ് മനസ്സിലായി. ആറ്റത്തിനകത്ത് എം ടി സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ വേക്കന്റ് സ്പേസ് ഉണ്ട്. ആൾമോസ്റ്റ് 99%ഓളം വേക്കന്റ് സ്പേസ് അവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ആൽഫ റേസ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്, കുറച്ച് ആൽഫ റേസ് പോയ വഴി തിരിച്ചു വരുന്നുണ്ട്. ബൗൺസ് ബാക്ക് തിരിച്ചു വരുന്നുണ്ട്, അല്ലെങ്കിൽ റീട്രേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റീട്രേസിന് കാരണം എന്ത്, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ കാരണം എന്ത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് വരുന്ന റേസിന്റെ പ്രത്യേകത, അതിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. ഇനി അയാള് അവിടെ നിന്ന് തിരിച്ചു വരണമെങ്കിലും ഇവിടെയും ഒരു പോസിറ്റീവ് ചാർജ് ഒരാളിനെ കണ്ടാൽ മാത്രമേ തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ. അപ്പൊ അങ്ങനെ ആറ്റത്തിന്റെ സെൻട്രൽ പൊസിഷനിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ആൾ ഉണ്ട്, അല്ലെങ്കിൽ മാസ് എല്ലാം കൂടെ ആറ്റത്തിന്റെ സെൻട്രൽ ചാർജിൽ പോസിറ്റീവ് ചാർജ് കേന്ദ്രീകരിച്ചിരിക്കുന്നു. എങ്കിൽ ആ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥലത്തിനെ വിളിക്കേണ്ട പേര് ന്യൂക്ലിയസ് എന്ന് പറയണം. ഓക്കെ, ഒബ്സർവേഷൻ രണ്ടെണ്ണം പറഞ്ഞു. 99% ആൽഫ റേസും കടന്നു പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൽഫ റേസ് ഡിഫ്ലക്ട് ചെയ്തു, കുറച്ച് ആൽഫ റേസ് ബൗൺസ് ബാക്ക്. ഓക്കെ, ഇനി ഓരോന്നിന്റെ ഇൻഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ 99% ആൽഫ റേസും കടന്നു പോകാൻ കാരണം ആറ്റത്തിനകത്ത് വേക്കന്റ് സ്പേസ് ഒരുപാടുണ്ട്. ഇനി ഡിഫ്ലക്ഷനും ബൗൺസ് ബാക്കിന്റെ കാരണം എന്ന് വെച്ചാൽ ആറ്റത്തിന്റെ സെൻട്രൽ പൊസിഷനിൽ മാസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ സ്ഥലത്തിന് വിളിക്കേണ്ട പേര് ന്യൂക്ലിയസ് എന്ന് പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിലേക്ക് വരാം. പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ, ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്നുള്ള ഹെഡിങ് 3 കാര്യങ്ങൾ പഠിക്കണം. അതിൽ ഒന്നാമത്തത് എക്സ്പെരിമെന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ പറയേണ്ടത്, പോസിറ്റീവ് ചാർജുള്ള ആൽഫ റേസിനെ തിൻ ഗോൾഡ് ഫോയിലൂടെ പാസ് ചെയ്യുക, എന്നിട്ട് അവിടെ കാണുന്ന ഒബ്സർവേഷൻസിനെ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലേക്ക് ഒബ്സർവ് ചെയ്തെടുക്കുക. ഇത്രയും കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ആണ്. എന്നിട്ട് അതിന്റെ ഒരു ഡയഗ്രാം അവിടെ വരയ്ക്കണം. ഇനി അതിന്റെ ഒബ്സർവേഷൻ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, 99% ആൽഫ റേസും വിത്തൗട്ട് എനി ഹിൻഡ്രൻസ് പാസ് ത്രൂ ദ ഫോയിൽ. രണ്ടാമത്തത് സം ആൽഫ റേസ് ഡിഫ്ലക്റ്റഡ് ആൻഡ് ബൗൺസ് ബാക്ക്. ഓക്കെ, ഇനി ഓരോന്നിന്റെയും ഓരോ ഒബ്സർവേഷന്റെ ഇൻഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, 99% ആൽഫ റേസും അപ്പുറത്തെത്തിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ആറ്റം കൺസിസ്റ്റ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് വേക്കന്റ് സ്പേസ്, അല്ലെങ്കിൽ എം ടി സ്പേസ് എന്ന് മനസ്സിലാക്കാം. ഇനി ബൗൺസ് ബാക്കിന്റെ കാരണം, അല്ലെങ്കിൽ ഡിഫ്ലക്ഷന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മാസ് ഓഫ് an atom concentrated in the center position and is called nucleus എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഐറ്റമാണ്. എക്സ്പെരിമെന്റ്, ഒബ്സർവേഷൻ, അതിന്റെ ഇൻഫറൻസ് പറയുക. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് റുദർഫോർഡ് ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പുള്ളിക്കാരന്റെ മോഡൽ അനുസരിച്ച് ആറ്റത്തിന്റെ സെൻട്രൽ പൊസിഷനിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഇനി ഇലക്ട്രോൺസ് ഇങ്ങനെ ഇതിങ്ങനെ എംബഡ് ചെയ്തിട്ടില്ല, പകരം ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുകയാണെന്ന് പുള്ളിക്കാരൻ പറയുന്നു. ഓക്കെ, അപ്പൊ അത് ഏതുപോലെ ചോദിച്ചാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സൂര്യൻ, സണ്ണും പിന്നെ കറങ്ങുന്ന പ്ലാനറ്റ്സും പോലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മോഡലിനെ വിളിക്കേണ്ട പേര് പ്ലാനറ്ററി മോഡൽ എന്ന് പറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആറ്റം മോഡലിന്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മോഡൽ വിളിക്കുന്ന പേര് പ്ലം ആൻഡ് പുഡിംഗ് മോഡൽ എന്ന് പറയണം. അത് പ്രപ്പോസ് ചെയ്തത് ജെ തോമസൺ ആണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ആറ്റം എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജിന്റെ ഒരു പുഡിംഗ് ആണ്. അതിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാം. രണ്ടാമത്തെ മോഡൽ എന്ന് വെച്ചാൽ അത് പ്ലാനറ്ററി മോഡലാണ്. അത് പ്രപ്പോസ് ചെയ്തത് റുദർഫോർഡ് ആണ്. അതനുസരിച്ച് ആറ്റത്തിന്റെ സെൻട്രൽ പൊസിഷനിൽ ന്യൂക്ലിയസ് ഉണ്ട്. അതിൽ ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു. ഏതുപോലെ എന്ന് ചോദിച്ചാൽ അത് സണ്ണും പ്ലാനറ്റ്സും പോലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ പ്ലാനറ്ററി മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി ആ പ്ലാനറ്ററി മോഡൽ കിട്ടാൻ വേണ്ടി അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റിന്റെ പേരാണ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അതിന്റെ എക്സ്പെരിമെന്റ് എന്താണെന്ന് അറിയാം, അതിന്റെ ഒബ്സർവേഷൻ എന്താണെന്ന് അറിയാം, അതിന്റെ ഇൻഫറൻസ്, അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്.
ഇനി ആദ്യത്തെ മോഡലിന് പ്രത്യേകിച്ച് അതിന്റെ ഒരു ഡ്രോബാക്ക് ഒന്നും പറയേണ്ട കാര്യമില്ല, കാരണം വെച്ചാൽ ആ മോഡലിന് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ പ്ലാനറ്ററി മോഡലിന്റെ ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഈ റുദർഫോർഡിന്റെ കാലത്ത് ഒരു പ്രശസ്തമായ തിയറി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ തയ്യാറാക്കിയ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. ആ തിയറിയുടെ പ്രത്യേകത, ഒരു ചാർജുള്ള ബോഡി ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് എനർജി ലൂസ് ചെയ്യണം. അപ്പോൾ എനർജി ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള അവസ്ഥ എന്ന് വെച്ചാൽ എനർജി ഇങ്ങനെ ലൂസ് ചെയ്ത് അവസാനം ആ സെൻട്രൽ പൊസിഷനിൽ വന്ന് വേണം. ഓക്കെ, റുദർഫോർഡിന്റെ മോഡലിന്റെ ഡ്രോബാക്സ് ആണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ മോഡലിന്റെ ഡ്രോബാക്ക് പറയുന്ന നേരത്ത് നമ്മൾ ഓർമ്മിക്കുക, മാക്സ്വെല്ലിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അനുസരിച്ച് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ അത് ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് എനർജി ലൂസ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം ഇലക്ട്രോൺ എന്നുള്ളതും ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്, അത് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് അവസാനം അത് കറങ്ങി അത് ന്യൂക്ലിയസിൽ വന്ന് വീഴണം. ന്യൂക്ലിയസിൽ വന്ന് ഇലക്ട്രോൺ വീഴുക എന്ന് വെച്ചാൽ ആറ്റം എന്നുള്ളത് അൺസ്റ്റേബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ റുദർഫോർഡ് മോഡലിന്റെ പ്രത്യേകത, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയണം. ഓക്കെ, ഇനി അതിന് മറ്റൊരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത് നമ്മൾ പിന്നീട് വിശദമായിട്ട് മനസ്സിലാക്കും, ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു ഡ്രോബാക്ക് അവിടെ പറയണം. ഓക്കെ, അപ്പൊ ഈ ഡ്രോബാക്കിനെ ഓവർകം ചെയ്തുകൊണ്ട് മൂന്നാമതൊരു ശാസ്ത്രജ്ഞൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നീൽസ് ബോർ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മോഡൽ അറിയപ്പെടുന്ന പേര് ബോർ മോഡൽ എന്ന് പറയണം. ഓക്കെ, ഈ മോഡൽ അനുസരിച്ച് റുദർഫോർഡിന്റെ മോഡലിനെ പോലെ ആറ്റത്തിന്റെ സെൻട്രൽ പൊസിഷനിൽ ന്യൂക്ലിയസ് ഉണ്ട്. ഇനി ഇലക്ട്രോൺസ് കറങ്ങുന്നത് ഇവിടെ തോന്നും പോലെയാണ്, പക്ഷേ ബോർ മോഡലിൽ അങ്ങനെയല്ല. ബോർ മോഡലിന്റെ പ്രത്യേകത, ഇലക്ട്രോൺസ് കറങ്ങുന്നത് തോന്നും പോലെ ആകാൻ കഴിയില്ല, പകരം അവിടെ ഫിക്സഡ് ആയിരിക്കുന്ന ചില എനർജി ലെവലുകളുണ്ട്. ആ എനർജി ലെവലുകളിൽ മാത്രമേ ഇലക്ട്രോൺ കറങ്ങാൻ പാടുള്ളൂ. ആ എനർജി ലെവലുകളെ അദ്ദേഹം വിളിച്ച പേര് ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയാറുണ്ട്. ആ ഷെല്ലിന്റെ പേര് ചോദിച്ചാൽ ആദ്യത്തെ ഷെല്ലിന്റെ പേര് കെ, പിന്നെ എൽ, എം, എൻ, ഒ, പി, ക്യു, ആർ, എസ് എന്ന് പറഞ്ഞ് ആവശ്യത്തിന് ഷെല്ലുകൾ അവിടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ഫിക്സഡ് എനർജി ലെവലിൽ റിവോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ പിന്നെ എനർജിയുടെ ലൂസിംഗ് ഗെയിനിങ് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്റ്റെബിലിറ്റി, അതായത് ഈ എനർജിയുള്ള, ഈ ഫിക്സഡ് എനർജിയുള്ള ഇലക്ട്രോൺ മാത്രമേ ആ എനർജി ലെവലിൽ റിവോൾവ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതിലൂടെ തന്നെ നമുക്ക് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നെന്ന് ഓർത്തോണം. ഇനി അടുത്ത രണ്ടാമത്തെ കാര്യം, ഈ ബോർ മോഡൽ ഉപയോഗിച്ച് തന്നെയാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് കാണാൻ കഴിയാം. ഓക്കെ, അപ്പൊ ഇനി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, അപ്പോൾ ആറ്റം മോഡൽ മൂന്നെണ്ണം പറഞ്ഞു. ഇനി അതിനുശേഷം വന്ന രണ്ട് യുവ ശാസ്ത്രജ്ഞന്മാരുണ്ട്. അതിലൊരു ശാസ്ത്രജ്ഞന്റെ പേര് ലൂയിസ് ഡി ബ്രോഗ്ലി. രണ്ടാമത്തെ ശാസ്ത്രജ്ഞന്റെ പേര് വെർണർ ഹെയ്സൻബർഗ്. ഓക്കെ, അപ്പൊ ബോർ മോഡൽ ഒരു അൾട്ടിമേറ്റ് മോഡൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രണ്ട് യുവ ശാസ്ത്രജ്ഞന്മാർ വന്നിട്ട് ആ കാര്യങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. അതിൽ ലൂയിസ് ഡി ബ്രോഗ്ലി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ട് സ്വഭാവങ്ങളുണ്ട്. ചില സമയങ്ങളിൽ ഇലക്ട്രോൺസ് പാർട്ടിക്കിളിന്റെ നേച്ചർ കാണിക്കുന്നുണ്ട്, ചില സമയം ഇലക്ട്രോൺസ് വേവിന്റെ നേച്ചർ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ അത് ബോർ മോഡൽ എഗനിസ്റ്റ് ആണ്. ബോർ മോഡൽ അനുസരിച്ചാണെങ്കിൽ അതിങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡി ബ്രോഗ്ലി തെളിയിച്ച കാര്യം എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിന് പാർട്ടിക്കിളിന്റെയും വേവിന്റെയും ഡ്യുവൽ നേച്ചർ വരുന്നു എന്ന് പറയണം. പിന്നെ അദ്ദേഹം പ്രശസ്തമായ ഒരു ഫോർമുല കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു h എന്ന് വെച്ചാൽ മാക്സ് പ്ലാങ്കിന്റെ കോൺസ്റ്റന്റ് ആണ്, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ. ലാംഡ ഈക്വൽ ടു h by mv, then ലാംഡ ഈക്വൽ ടു h by മാസിന്റെ വെലോസിറ്റി എന്ന് വെച്ചാൽ മൊമെന്റം ആണ്, മൊമെന്റത്തിനെ p എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ h by p എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ലൂയിസ് ഡി ബ്രോഗ്ലിയുടെ ഡുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ, ശരിക്കും ലൈറ്റിന്റെ ഡുവൽ നേച്ചർ ആൽബർട്ട് ഐൻസ്റ്റീൻ നേരത്തെ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇലക്ട്രോണിന്റെ ഡുവൽ നേച്ചർ, ആ ഡുവൽ നേച്ചർ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒരു നേച്ചർ പാർട്ടിക്കിൾ നേച്ചറും മറ്റൊരു നേച്ചർ വേവ് നേച്ചറുമാണ്. അത് ലൂയിസ് ഡി ബ്രോഗ്ലി തെളിയിക്കുന്നതോടുകൂടി തന്നെ
ഈ ബോർ മോഡലിന് പ്രസക്തി അല്പം കുറയുകയാണ്. പക്ഷെ എന്നാൽ പോലും നമുക്കറിയാം, നമുക്ക് ബോർ മോഡൽ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ശരി, പുതിയ മോഡലുകളുടെ ആവശ്യം നമുക്ക് വരുന്നുണ്ട്, ലൂയിസ് ഡി ബ്രോഗ്ലി അത് പറയുന്നതിലൂടെ. ഇനി ഹൈസൻബർഗ് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഹൈസൻബർഗ് പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ, ഒരു കാര്യം പൊസിഷൻ, മറ്റൊരു കാര്യം വെലോസിറ്റി അല്ലെങ്കിൽ മൊമെന്റം. ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, ആർക്കാണ് അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് ഹൈസൻബർഗ് അത് വളച്ചു കെട്ടി പറയുന്നുണ്ട്, അത് ഫാസ്റ്റ് മൂവിങ് ആയിരിക്കണം. അപ്പൊ ഫാസ്റ്റ് മൂവിങ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും, എങ്കിൽ പിന്നെ അത് റോക്കറ്റ് ആണോ? അപ്പൊ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഫാസ്റ്റ് മൂവിങ് മാത്രമല്ല, മൈക്രോസ്കോപ്പിക്കുമായിരിക്കണം. അപ്പൊ മൈക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കും, അത് ബാക്ടീരിയോ ഫംഗസിനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നു, അങ്ങനെയല്ല, രണ്ട് വാക്കും കൂടി ചേർത്ത് പറയണം, ഫാസ്റ്റ് മൂവിങ്ങും ആയിരിക്കണം, മൈക്രോസ്കോപ്പിക്കും ആയിരിക്കണം. എങ്കിൽ നമുക്കറിയാം ആ രണ്ട് വിശേഷണവും ചേർന്നിരിക്കുന്നത് ഇലക്ട്രോണിന് മാത്രമാണ്. സോ ഇലക്ട്രോണുകളുടെ പൊസിഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് മൊമെന്റം അല്ലെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇനി മൊമെന്റം കണ്ടുപിടിക്കുന്ന സമയത്ത് പൊസിഷൻ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒന്നുകിൽ പൊസിഷൻ അല്ലെങ്കിൽ മൊമെന്റം അൺസർട്ടൺ ആണെന്ന് പറയുന്ന ഒരു അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് പൊസിഷനെ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്താൽ പൊസിഷനിൽ വരുന്ന അൺസർട്ടൈനിറ്റിയെ ഡെൽറ്റ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. മൊമെന്റം പി ആണെങ്കിൽ മൊമെന്റത്തിൽ വരുന്ന അൺസർട്ടൈനിറ്റിയെ ഡെൽറ്റ പി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു h/4π എന്നറിയപ്പെടുന്ന ഒരു ഫോർമുലയും കൂടെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. സോ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π എന്ന് പറയാം. ഇനി പി എന്ന് വെച്ചാൽ എം ബി ആയതുകൊണ്ട് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ എം ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. then m കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുക്കാം, ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു h/4π. ഓക്കെ, ഇതിൽ ഓരോ ടേംസും പരിശോധിച്ചാൽ ഡെൽറ്റ എക്സ് എന്താണെന്ന് ചോദിച്ചിട്ട് പറയേണ്ടത് അൺസർട്ടനിറ്റി അല്ലെങ്കിൽ എറർ ഇൻ പൊസിഷൻ. ഡെൽറ്റ പി എന്താണെന്ന് ചോദിച്ചിട്ട് പറയേണ്ടത് അൺസർട്ടനിറ്റി അല്ലെങ്കിൽ മൊമെന്റം, എറർ ഇൻ മൊമെന്റം. ഇനി ഡെൽറ്റ ബി അത് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. എം എന്ന് വെച്ചാൽ മാസ് ഓഫ് ഇലക്ട്രോൺ, എച്ച് എന്നുള്ളത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണെന്ന് പറയണം. പിന്നെ ഇതിന്റെ ഡെഫിനിഷൻ സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് പറയാം. ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ പറയണം, it is impossible to determine the position and momentum of ആരുടെ fast moving microscopic particle like electron ഒരുമിച്ച് simultaneously. ഒന്നുകൂടെ പറയാം സ്റ്റേറ്റ്മെന്റ്. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ states that it is impossible to determine the position and momentum of fast moving microscopic particle like electron simultaneously. ഇനി ഫോർമുല ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π, ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു h/4π. ഇനി ഡുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഇലക്ട്രോൺ പൊസസ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ വേവ് ഡുവൽ നേച്ചർ ലൈക്ക് ലൈറ്റിനെ പോലെ ഇലക്ട്രോണിനും പാർട്ടിക്കിൾ വേവ് ഡുവൽ നേച്ചർ ഉണ്ടെന്ന് പറയുന്നു. സോ ഫോർമുല ലാംഡ ഈക്വൽ ടു h/v where lambda is the wavelength, it's a Planck's constant. മാക്സ് പ്ലാങ്കിന്റെ കോൺസ്റ്റന്റ് ആണ്. m മാസ് ഓഫ് ഇലക്ട്രോൺ, v വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ, p എന്നുള്ളത് മൊമെന്റം ആണെന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോർത്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ തരാം. പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ ഓർക്കുക. ഒന്നാമത്തെ ചോദ്യം പരീക്ഷയ്ക്ക് രീതിയിൽ നിന്ന് എടുക്കുന്ന ഒരു ചോദ്യം, ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം. റുത്തർഫോർഡിന്റെ ആൽഫാ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് പറയും. ഇത്രയും പറഞ്ഞു നിന്ന് ക്വസ്റ്റ്യൻസ് പറയുന്നു. ആൽഫാ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, അതിന്റെ ഒബ്സർവേഷൻ, അതിന്റെ ഇൻഫറൻസ്, അതൊരു ചോദ്യം. രണ്ടാമത്തത് ഓരോ മോഡലായിട്ട് മാത്രം. ജെ തോംസൺ നമുക്ക് 3 മോഡലുകളെ പറ്റിയാണ് പറയേണ്ടത്. പ്ലം പുഡിംഗ് മോഡൽ, പ്ലാനറ്ററി മോഡൽ, ബോർ മോഡൽ. ഇത് 3ആണ് ആറ്റം മോഡൽ എന്ന പേര് അറിയപ്പെടുന്നത്. ശരി, ആറ്റം മോഡലുകളുടെ പേര് ചോദിച്ചാൽ 3 മോഡൽസിന്റെ പേര് അറിയാം. പ്ലം പുഡിംഗ് മോഡൽ, പ്ലാനറ്ററി മോഡൽ, പിന്നെ ബോർ മോഡൽ. ശരി, ഇനി എന്താണെന്ന് വിശദമാക്കാൻ അടുത്ത കാര്യം എന്താണ് പ്ലം പുഡിംഗ് മോഡൽ ചോദിച്ചാൽ പറയണം. ആറ്റം കൺസിസ്റ്റ് ഓഫ് എ പുഡിംഗ് ഓഫ് പോസിറ്റീവ് ചാർജ് ആൻഡ് ഇലക്ട്രോൺസ്, നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് എംബഡഡ് ലൈക്ക് പ്ലംസ് എന്ന് പറഞ്ഞ പ്ലം പുഡിംഗിന്റെ കാര്യമായി അത് മാച്ച് ചെയ്യേണ്ടത് ജെ തോംസനെയാണ്. രണ്ടാമത്തെ പ്ലാനറ്ററി മോഡൽ എന്താണെന്ന് ചോദിക്കാം, അത് പ്രത്യേകിച്ച് ചോദിക്കാം, അടുത്തൊരു ചോദ്യമായിട്ട് ചോദിക്കാം. ആറ്റം കൺസിസ്റ്റ് ഓഫ് ന്യൂക്ലിയസ് അറ്റ് ദി സെന്റർ
ആൻഡ് ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ഇറ്റ് ലൈക്ക് സൺ ആൻഡ് പ്ലാനറ്റ്സ് എന്ന് പറയണം. ഇനി അതിനകത്ത് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യം ഡ്രോബാക്ക് അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് റുദർഫോർഡ് മോഡൽ എന്ന് ചോദിക്കാറുണ്ട്. ഫെയിലിയർ ഓഫ് റുദർഫോർഡ് മോഡൽ ചോദിച്ചാൽ പറയേണ്ടത് ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ പറയണം, അക്കോർഡിംഗ് ടു മാക്സ്വെൽസ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എ ചാർജ്ഡ് ബോഡി ഷുഡ് എമിറ്റ് എനർജി അല്ലെങ്കിൽ ഷുഡ് ലൂസ് എനർജി ഓൺ ആക്സിലറേറ്റിംഗ്. Electron is also a charged body, so it should emit energy and finally it should fall into nucleus. Electron ന്യൂക്ലിയസിലേക്ക് വീഴുക എന്ന് വെച്ചാൽ ആറ്റം അൺസ്റ്റേബിൾ ആണെന്ന് പറയാം. രണ്ടാമത്തത് ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ ബോർ മോഡലിന്റെ പോസ്റ്റ്ലേറ്റ്സുകൾ പറയുക. അപ്പൊ അതിന്റെ പോയിന്റുകൾ ബോർ മോഡലിനെ പറ്റി പറയുന്നത് ചോദിച്ചാൽ ആ കാര്യം പറയണം. ഓക്കെ, അപ്പൊ ഇതൊരു ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ ചോദ്യം ഓർത്ത് വയ്ക്കുക, റുദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, അതിന്റെ ഒബ്സർവേഷൻ, ഇൻഫറൻസ്. അടുത്ത 3 ആറ്റം മോഡലുകളുടെ പേര്. ഇനി ഓരോ ആറ്റം മോഡലായിട്ട് വിശദമായി പ്ലം പുഡിംഗ് മോഡൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, പ്ലാനറ്ററി മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ ഡ്രോബാക്ക് ആയിട്ട് വരുന്ന 2 പോയിന്റുകൾ പഠിച്ചു വയ്ക്കുക. ബോർ മോഡലിനെ പറ്റി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനി അടുത്ത ചോദിക്കാൻ പറ്റുന്ന ചോദ്യം ഡി ബ്രോഗ്ലിയുടെ ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോണിനെ പറ്റി എഴുതുക, അതിന്റെ ഫോർമുല എഴുതുക. അടുത്തൊന്ന് ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ 5, 6, 7 ചോദ്യങ്ങളായി ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ പറ്റി പറയണം. ഇനി നമുക്ക് പ്രോബ്ലം ഒക്കെ ചോദിക്കാൻ ഈ ഫോർമുലകൾ ഉപയോഗിക്കാം. ഇനി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചുള്ള പ്രോബ്ലം വരുന്ന സമയത്ത് അവിടെ ഗ്രേറ്റർ ദാൻ മാറ്റിയിട്ട് ഈക്വൽ ടു ചെയ്യുക. അൺസർട്ടനിറ്റി സ്പെല്ലിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, UNCERTAINITY. അവസാനം ഒരു ഇവിടെ ഇല്ല, അൺസർട്ടൈനിറ്റി എന്നാണ് അവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. റുദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഓർമ്മിക്കണം. പിന്നെ പ്ലം പുഡിംഗ് മോഡൽ ഓർമ്മിക്കുക, രണ്ടാമത്തെ ചോദ്യം. പിന്നെ പറഞ്ഞത് പ്ലാനറ്ററി മോഡൽ എന്താണ്, അതിന്റെ ഡ്രോബാക്സ് എന്താണെന്ന് ഓർമ്മിക്കുക. ബോർ മോഡലിനെ പറ്റി ഓർമ്മിക്കുക. പിന്നെ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ ബൈ ഡി ബ്രോഗ്ലി, അതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ പറയണം. പിന്നെ അതുപോലെ തന്നെ ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അതെന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യണം. പിന്നെ അതിന്റെ ഫോർമുലയും പറയണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കുക. ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാക്കി ഇതിന്റെ തുടർന്നുള്ള അപ്പോൾ പുതിയൊരു ആറ്റം മോഡലിന്റെ ആവശ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.